എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ആലു പറാത്ത തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പി ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ തന്നെ വേറൊരു ചാനലാണ് ഹോൾസം ടോക്ക്. ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ ആലു പറാത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ കൈകൾ നന്നായിട്ട് കഴുകാൻ മറക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ശകലം വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിലൊന്നും കൂടെ ഒന്ന് തേച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് കുഴച്ച് വെക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് കുഴച്ചിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല വലുതാണെങ്കിൽ 2 എണ്ണം മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക. ഇതിലോട്ട് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു നോർത്ത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കൊത്ത് കറിവേപ്പില ഒന്ന് കൈകൊണ്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 1.5 ടേബിൾ സ്പൂൺ ആണ്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇപ്പോൾ ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവോള 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഉപ്പും ബാക്കി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് ഈ നേരത്തെ നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യമേ എല്ലാം ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിയിലയാണ്. എത്ര ആഡ് ചെയ്യുന്നു അത്രയും ടേസ്റ്റാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അത് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ച ചപ്പാത്തി മാവാണ്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്കിത് എടുത്തിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിന് ബോൾസ് തയ്യാറാക്കില്ലേ, ആ വലുപ്പത്തിന് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി ആലു പറാത്ത തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചപ്പാത്തിയുടെ ബോൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി പലവയിൽ കുറച്ച് മാവ്, നമ്മുടെ ആട്ടമാവ് തന്നെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ആലു പറാത്ത ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്താണ് ചെയ്യുന്നത്. അതിന് പകരം ഇതുപോലെ ഇത് പരത്തി നമ്മുടെ ചപ്പാത്തി പോലെ പരത്തി മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരെണ്ണം കൂടെ നമുക്ക് ആദ്യം പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ആലു പറാത്ത മൊത്തത്തിൽ നമുക്ക് ആ മസാല കിട്ടും. മറ്റേത് നമ്മൾ ഒരു ബോൾ മാത്രം എടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് സ്റ്റഫ് ചെയ്യുമ്പോൾ അത്ര നന്നായിട്ട് സ്പ്രെഡായി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിലെടുത്തിട്ട് ഒന്നും കൂടെ കുറച്ച് മാവ് ആ പലവയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തിയ ചപ്പാത്തി അതിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാല ഇതിലോട്ട് വയ്ക്കാം. ഒരു 2-3 സ്പൂൺ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വെച്ച് നന്നായിട്ട് ഇത് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആലു പറാത്ത മൊത്തം നമുക്ക് ഈ മസാല കിട്ടും. അപ്പോൾ ഇതുപോലെ മസാല ഇതിൽ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വയ്ക്കാം കേട്ടോ. ഞാൻ ഒരുപാട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇത്ര മസാല വെച്ചുള്ളൂ. ഇനി നമ്മുടെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇത് ഫുള്ളൊന്ന് പ്രസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് മാവ് ഇട്ടിട്ട് ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വലിയ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ആലു പറാത്ത കിട്ടും. കണ്ടോ, നമ്മൾ നന്നായിട്ട് ഇതിപ്പം വലുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പാനിൽ കുറച്ച് നെയ്യൊന്ന് ഓൾറെഡി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് കൂടുതൽ ഒഴിച്ചാൽ അത്രയും ടേസ്റ്റിയാണ്. പക്ഷെ നമുക്ക് ഒരുപാട് നെയ്യ് കഴിക്കുന്നത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് സെയിം ഇതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നെയ്യ് കുറച്ച് കൂടുതൽ യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫില്ലാകും. കാരണം ഇതിൽ 2 ചപ്പാത്തി നമ്മൾ വയ്ക്കുന്നുണ്ട്, പിന്നെ മസാല ഉണ്ട്. അപ്പം മറിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പറാത്ത നല്ല മൊരിച്ചെടുക്കുക. ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പറാത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം റെഡി ചെയ്തെടുക്കാം. നമ്മുടെ നെക്സ്റ്റ് പറാത്ത നമ്മളിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല വലുതായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് മൊത്തം 4 പറാത്തയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. പക്ഷേ മസാല ബാക്കി വന്നിട്ടുണ്ട്, പകുതി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം അത് ഇരിക്കും. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്കിതുപോലെ നല്ല കട്ട തൈരോ എന്തെങ്കിലും അച്ചാറൊക്കെ യൂസ് ചെയ്യാം. കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് കോഴ്സും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.